ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. വിശേഷാൽ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്. യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയതും പരിശുദ്ധവുമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാ. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ഞാനും നിങ്ങളെ ക്രിസ്തുവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും കുടുംബങ്ങളോടും ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹത്തെയും ബഹുമാനത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിശ്ചയമായിട്ടും പല വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുകയും അല്ലെങ്കിൽ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം കേൾക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നതും ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതും വലിയൊരു അനുഗ്രഹമാണ്. തുടർന്ന് നമുക്ക് ആ അനുഗ്രഹം ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കാം. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികെ ബെത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയും കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. വിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം അത്ഭുതങ്ങൾ, അനേക വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാവുന്ന ഏറ്റവും മറക്കാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ചെയ്ത ഒരു മിറക്കിളാണ് ബെഥാനിയയിൽ മരിച്ചുപോയ ലാസറിനെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച്, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ലാസറിനെ കല്ലറയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് ജീവനോടെ പുതിയ ശരീരത്തോടെ പുറത്തു കൊണ്ടുവന്നു. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ബെഥാനിക്കും ബെത്ഫാഗയ്ക്കും ഇടയിലുള്ള സ്ഥലത്തെത്തുമ്പോൾ ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുന്ന കാണും. നിങ്ങൾ അതിനെ അഴിക്കുവിൻ. അപ്പോൾ നിങ്ങളോട് ആ കെട്ടിയിട്ടിരിക്കുന്ന ആൾ ചോദിക്കും, ഇതിനെ എന്തിനാ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഇത്രയേ ഉള്ളൂ, കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ. നിങ്ങളങ്ങനെ പറയുമ്പോൾ തൽക്ഷണം പിന്നെ ഒന്നും ചോദിക്കത്തില്ല, അതിനെ ഉടൻ തന്നെ നിങ്ങൾക്ക് നൽകിത്തരും എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എന്താണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്? കർത്താവിന് ആവശ്യം ഉള്ളതിനെ കെട്ടിയിടുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിന് ആവശ്യമുള്ളതിനെ ഒതുക്കുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവിന് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ആവശ്യമുണ്ടെങ്കിൽ, കർത്താവിന് അവനെ ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, എത്ര വലിയ ശക്തമായ കയറുകൾ കൊണ്ട് അവനെ ബന്ധിച്ചിരിക്കുകയാണെങ്കിലും നിശ്ചയമായും യേശു ക്രിസ്തു അവനെ റിലീസ് ചെയ്തിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 36 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആയിരിക്കും. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായിട്ടിരിക്കുന്നോ? ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ നിങ്ങളൊരു ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണോ എന്നെ കേൾക്കുന്നത്? ശാരീരിക രോഗത്താൽ നിങ്ങൾ ഒരു ബന്ധനസ്ഥനായിട്ടാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? നിശ്ചയമായിട്ടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതെ, വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നു, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതേ പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ജോലി എന്ന് പറയുന്നത് കെട്ടിവെക്കുന്ന, പലരെയും ബന്ധിക്കുന്നതാണ്.
നമുക്ക് നന്നായിട്ടറിയാം, പലർക്കും മുൻപോട്ട് പോകാൻ കഴിയാതെ അവരുടെ സ്വഭാവം, അവരുടെ ജീവിതത്തെ പിശാചി ബൈൻഡ് ചെയ്യുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, വിദ്യാഭ്യാസത്തെ പിശാചി ബന്ധിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചി കെട്ടിയതിനെ അഴിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നന്നായിട്ടറിയാം, ഒന്ന് കെട്ടിവെക്കാൻ ചിലപ്പോൾ ഒത്തിരി സമയമെടുക്കും. എൻ്റെ ഒരഭിപ്രായത്തിൽ പറഞ്ഞാൽ വർഷങ്ങളും മാസങ്ങളും എടുത്ത് പിശാച് കെട്ടിവെച്ചതിനെ പോലും ഒറ്റ സെക്കൻഡ് കൊണ്ട് അഴിക്കാൻ ദൈവപുത്രനായ യേശുവിന് കഴിയും. അതെ, ലാസറിനെ യേശുക്രിസ്തു ഉയർപ്പിച്ചിട്ട് പറഞ്ഞ വാക്കിതാണ്, അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ സ്വാതന്ത്ര്യമായിട്ട് പോകട്ടെ. കൂനിയായ സ്ത്രീയെ ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ വെച്ച് യേശു കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവളും അബ്രഹാമിൻ്റെ മകളാകയാൽ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിക്കേണ്ടതല്ലയോ? അപ്പോൾ അവൾ കൂനിയിരുന്നത് യേശുക്രിസ്തു പറയുകയാണ് അതൊരു ബന്ധനമാണ്, അതൊരു ബോണ്ടേജാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു ആ ബന്ധനത്തെ അഴിക്കേണ്ടതല്ലയോ? നമുക്ക് നന്നായിട്ടറിയാം പ്രിയപ്പെട്ടവരെ, പല രോഗങ്ങളുടെയും പിന്നിൽ, പല പ്രശ്നങ്ങളുടെയും പിന്നിൽ പിശാചിൻ്റെ കരമാവുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കുടുംബ പ്രശ്നങ്ങളുടെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നതെന്നാണ്? സന്ധ്യയാകുമ്പോൾ ഒരാളെ മദ്യപാനത്തിലേക്ക് നടത്തുന്ന ആരാ? പാപം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആരാ? കുടുംബ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ആരാ? മനുഷ്യനെ സകല തിന്മയിലേക്ക് നടത്തുന്ന ആരാ? ഇതൊന്നും ദൈവമല്ല ചെയ്യുന്നത്. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, ദൈവം വിശുദ്ധിയുടെ ദൈവമാണ്, ദൈവം ഐക്യതയുടെ ദൈവമാണ്, ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. എന്നാൽ കലക്കമുണ്ടാക്കുന്നതും മനുഷ്യനെ തെറ്റിലേക്ക് നടത്തുന്നതും ഒക്കെ പിശാചിൻ്റെ കരമാണ്. അവനാണ് ഈ ഭൂമിയിൽ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്നിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും വേണ്ടിയാണ്. ഈ സമൃദ്ധിയായ ജീവൻ, ഈ സമൃദ്ധിയായ ജീവിതം നിങ്ങൾക്ക് തരാൻ യേശുക്രിസ്തു മതിയായ ദൈവമാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ നോക്കുക, യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, അവിടെ ഒരു കഴുതെ കെട്ടിയിരിക്കുന്ന കാണും, നിങ്ങളതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. വാസ്തവത്തിൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കഴുതയെന്ന് പറയുന്ന മൃഗത്തെ യാഗത്തിന് ഉപയോഗിക്കത്തില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ തള്ളിക്കളഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്ത മൃഗങ്ങളിൽ ഒന്നാണ് കഴുത. കഴുത ബുദ്ധിയില്ലാത്ത ജന്തുവാണെന്നും കഴുതയെ യാഗത്തിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്നും, അങ്ങനെ മനുഷ്യർ വെറുക്കുന്ന ഈ ജന്തുവിലേക്ക്, ഈ കഴുതയിലേക്ക് കയറാൻ, അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. തല താഴ്ത്തി നടക്കുന്ന കഴുതയുടെ മേളിലാണ് യേശു വാഹനമേറിയ. കർത്താവായ യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ഒരു കുതിരയുടെ പുറത്ത് സഞ്ചരിക്കായിരുന്നു. കുതിരയുടെ പ്രത്യേകത അതെപ്പോഴും തല പൊക്കിപ്പിടിച്ച സഞ്ചരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഒരു പക്ഷേ കുതിരയുടെ ആ ഗെറ്റപ്പ് നിമിത്തം മറയ്ക്കപ്പെട്ടേക്കാം. എന്നാൽ കഴുതയുടെ പ്രത്യേകത അവൻ എപ്പോഴും തല താഴ്ത്തി നടത്തുന്നവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എല്ലായിടവും ശോഭിക്കണം, യേശുക്രിസ്തു എല്ലായിടവും നിറഞ്ഞു നിൽക്കണം, യേശുക്രിസ്തു എല്ലായിടവും വെളിപ്പെട്ടിരിക്കണം. എന്നാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ, എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടത്തുള്ളൂ. നമ്മൾ ഒരിക്കലും കർത്താവിനെ മറയ്ക്കുന്നവരാകരുത്. നമ്മളല്ല മുമ്പിൽ നിൽക്കേണ്ടത്. ഞാനോ കുറയണം, നീയോ വളരണമെന്നാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രശംസിക്കാനോ നമുക്ക് പുകഴാനോ യാതൊന്നുമില്ല. നമുക്ക് ഉയർത്താനുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോയില്ലെന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും എങ്ങും ലജ്ജിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല, കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കെട്ടപ്പെട്ട അനുഭവത്തിലാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നത്? അവിടെ നിങ്ങളെ വിടുവിപ്പാൻ യേശുക്രിസ്തുവിന് കഴിയും. ഈ മദ്യപാനത്തിൽ നിന്ന്, ഈ മദ്യപാനത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ലെന്ന ഒരു വലിയ ഭാരത്തിൽ എന്നെ കേൾക്കുന്ന ആ സഹോദരനോട് കർത്താവിൻ്റെ ആത്മ പറയുന്നു, നിൻ്റെ മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന് യേശുക്രിസ്തുവിന് നിങ്ങളെ പുറത്തെടുത്ത് നല്ലൊരു ജീവിതം തരാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി തരാൻ ദൈവം മതിയായവന്. അതെ, പിശാചി ദീർഘവർഷങ്ങളായി നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ നന്മകളെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ, ഒതുക്കി വെച്ചിരിക്കുന്നെങ്കിൽ, അതിനെ പൊതിഞ്ഞ് ബന്ധിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ, അതിനകത്ത് നിങ്ങളെ റിലീസ് ചെയ്യുവാൻ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുവാൻ കർത്താവ് മതിയായവനാണ്. നോക്കിയേ, യേശുക്രിസ്തു പറയുകയാണ്, അതിനെ അഴിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കും, എന്തിനാ ഇതിനെ അഴിക്കുന്നത്? മറുപടി ഇത്രയേ ഉള്ളൂ, കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളെയും കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട്,
നിങ്ങളുടെ തലമുറയും കൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ട്. അതെ, നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളെ ഒരു ശക്തിക്കും ഒതുക്കാൻ ഒക്കത്തില്ല. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ആരോ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഇനി ഒരു ജീവിതമുണ്ടോ, ഇനി എനിക്ക് പുറത്തു വരാൻ കഴിയുമോ, ഇനി എനിക്ക് മാനിക്കപ്പെടാൻ പറ്റുമോ, ഇനി ദൈവം എന്നെ അംഗീകരിക്കുമോ? എന്നാൽ സ്നേഹത്തോടെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഈ വിഷയത്തിനകത്ത് നിന്ന് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ ദൈവം മതിയായവന. എരിയുന്ന തീച്ചുളയുടെ നടുവിൽ ശത്രുക്ക് മേശക് അബേദഹോമിന് വേണ്ടി ഇറങ്ങിയ ദൈവം, സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതത്തെ ചെയ്ത കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവന. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിലയിൽ കെട്ടപ്പെട്ടിരുന്ന, ജീവിതത്തിൽ രോഗത്താലും ദുഃഖത്താലും കെട്ടപ്പെട്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം യേശു കർത്താവ് കൊടുത്തു. യേശു ക്രിസ്തു ചിലരെ സ്പെസിഫിക്കായി ഇറങ്ങി വന്ന് വിടുവിച്ചു. ഇന്ന് അത് നിങ്ങൾ കാണാൻ പോവുക. അനേകരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ചെയ്തത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരത്ഭുത വിടുതൽ നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ കെട്ടപ്പെട്ട കഴുതയെ യേശു ക്രിസ്തു അഴിച്ച് ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുത്ത് മാനിക്കാൻ ദൈവം മതിയായ ദൈവമാണ്. നോക്കിയ സഹോദരങ്ങളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മനസ്സിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഇങ്ങനെ പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ നടക്കാൻ പോവുക. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വയ്ക്കുക. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ഇപ്പോൾ തന്നെ ആ വിഷയത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ കരം വെളിപ്പെടും. ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ആരൊക്കെ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പെന്തക്കോസ് നാളിൽ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ കാത്തിരുന്നവരുടെ മേൽ വന്ന പോലെ ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കരം, അഭിഷേകത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വളരെ ഭാരപ്പെടുന്ന, മനസ്സിന് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഈ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ മേൽ യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ വരട്ടെ. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഇപ്പോൾ തന്നെ അവരിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ ഭയങ്ങളും എല്ലാ ആകുലതകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി ഇപ്പോൾ തന്നെ ഒരു അത്ഭുത വിടുതൽ പരിശുദ്ധാത്മാവേ നീ അവരുടെ മേൽ പകരണമേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഒരു കുടുംബത്തിനെ കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കുന്നു. നിങ്ങളുടെ ഭവനം ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക ആവശ്യങ്ങളുടെ മുമ്പിലാണ്. അത് സാമ്പത്തിക വിഷയമാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നോട് പറയുന്നു, നിങ്ങൾ വാങ്ങിയ ഒരു വസ്തു അത് നിങ്ങളിപ്പോൾ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ആ പണം നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയത്തുള്ളൂ. യെസ്, കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആ വസ്തു വാങ്ങി, എന്നാൽ നിങ്ങൾക്കിപ്പോൾ ആ പണം അടച്ചേ പറ്റത്തുള്ളൂ. ഇനി ആ വസ്തു സെയിൽ ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും ആ ബിൽഡിംഗ് വെച്ചതിൻ്റെ, ആ വസ്തു വാങ്ങിച്ചതിൻ്റെ പണം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ കരം ആ വിഷയത്തിൻ്റെ മേൽ വരുന്നു. ആ വസ്തു സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ അത്ഭുത വിടുതൽ ഇന്ന് രാത്രി കർത്താവ് അയക്കുന്നു എന്ന് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു. ഇപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുന്ന കുടുംബത്തിൻ്റെ മേൽ ആ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവെ, താങ്ക് യു ജീസസ്. കർത്താവെ, വിവാഹപ്രായമായിട്ടും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തികൾ എന്നെ കേൾക്കുന്നു. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിലൊരു അത്ഭുതം പരിശുദ്ധാത്മാവെ അവർക്ക് വേണ്ടി ചെയ്യണമേ. ഹല്ലേലൂയ. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാലിനകത്ത് കമ്പിയിട്ട് കിടക്കുന്ന ഒരു യൗവനക്കാരനെ ദൈവത്തിൻ്റെ ആത്മ കാണിക്കുന്നു. ഇപ്പോൾ തന്നെ നിൻ്റെ കാലിൽ യേശുവിൻ്റെ കരം വരുന്നു. അത്ഭുത സൗഖ്യം ഇതിൽ സംഭവിക്കട്ടെ. പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്തിരിക്കൽ സ്തോത്രം. ഈ പ്രോഗ്രാം കാണുന്ന സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരും ഇവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുന്നു. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.